ആകെ അങ്കലാപ്പിലാണ് UDF നേതാക്കൾ. UDF കേന്ദ്രങ്ങളിൽ, UDF ക്യാമ്പുകളിൽ വലിയ ആഹ്ലാദമില്ല. എന്നാൽ ഇങ്ങനെയായിരുന്നില്ല നേരത്തെ UDF ക്യാമ്പ്. വലിയ പ്രതീക്ഷയിലായിരുന്നു. വൻ നേട്ടമുണ്ടാക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് UDF നേതാക്കൾ പറഞ്ഞത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹം ഒന്ന് കടത്തി പറഞ്ഞു, വൻ ഭൂരിപക്ഷത്തിന് UDF-നെ അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും ഞാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. 100 സീറ്റിലധികം നേടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം അത് തിരുത്തി. അദ്ദേഹത്തിന് കാര്യങ്ങൾ മെല്ലെ ബോധ്യപ്പെട്ടു തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ നിരാശയിലാണ്, വലിയ അങ്കലാപ്പിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ മുന്നേറ്റം, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം ഒന്നും ആവർത്തിക്കാൻ കഴിയുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് UDF എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വന്ന രണ്ട് പ്രധാന പത്രങ്ങളുടെ സർവേയാണ്. ഒന്ന് മലയാള മനോരമയുടേത്. മലയാള മനോരമ എല്ലാ കാലത്തും UDF-ന് വേണ്ടി പണിയെടുക്കുന്ന പത്രമാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതേപോലെ തന്നെ മാതൃഭൂമിയും അല്പസ്വല്പം LDF-നോടൊപ്പം നിൽക്കുകയും എന്നാൽ ആത്യന്തികമായി UDF-ന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ ഘടകകക്ഷിയെ പോലെ പ്രവർത്തിക്കുന്ന പത്രമാണ് മലയാള മനോരമയും മാതൃഭൂമിയും. ഈ 2 സ്ഥാപനങ്ങൾ നടത്തിയ സർവേ, ആ സർവേ പ്രകാരം LDF-നാണ് മേൽക്കൈ. മനോരമ കണക്കിൽ ഒരു കളിയും കൂടി കളിച്ച് UDF-നെ ജയിപ്പിക്കാൻ കഴിയുമോ, അത്തരമൊരു തരംഗമുണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കി. ഓരോ ജില്ലകളിലും കിട്ടുന്ന സീറ്റുകൾ വെച്ച് നോക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ 77 സീറ്റിനടുത്ത് ലഭിക്കണം LDF-ന്. അതാണ് മനോരമയുടെ കണക്ക്. പക്ഷേ കണക്ക് കൂട്ടി വരുമ്പോൾ മനോരമ 77 എന്നത് 69 ചുരുക്കി കോൺഗ്രസ് നേതാക്കളെയും UDF കേന്ദ്രങ്ങളെയും ഒന്ന് ആവേശത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ അത് പൊളിച്ചു കൊടുക്കുകയും അതിന്റെ യഥാർത്ഥ കണക്ക് പുറത്തു കൊണ്ടുവരികയും ചെയ്തു. അതോടുകൂടി UDF കേന്ദ്രങ്ങൾ കൂടുതൽ അങ്കലാപ്പിലായി. കാരണം ഇതാണ് സത്യമെന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ മനോരമയ്ക്ക് പോലും UDF-നെ വിജയിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു സർവേ വരുന്നത്, മാതൃഭൂമിയുടേത്. മാതൃഭൂമിയുടെ സർവേ പ്രകാരം LDF-ന് ലഭിക്കാവുന്ന സീറ്റുകൾ 66 മുതൽ 78 വരെയാണ്. 78 വരെ. UDF-ന് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ 62 മുതൽ 72 വരെ മാത്രം. 72 വരെ. UDF-ന് പരമാവധി ലഭിക്കുമെന്ന് മാതൃഭൂമിയുടെ സർവേയിൽ കണ്ടെത്തിയത് 72 സീറ്റ് മാത്രം. എന്നാൽ LDF-ന് അത് 78 സീറ്റാണ് എന്നോർക്കണം. 78 സീറ്റ്. LDF തന്നെയാണ് ഒരു ചുവട് മുന്നിൽ എന്നർത്ഥം. എന്ന് വെച്ചാൽ 2 സർവേകൾ, പ്രധാനപ്പെട്ട 2 മാധ്യമങ്ങൾ നടത്തിയ സർവേകൾ, ആ സർവേകളിൽ LDF-ന് മുൻതൂക്കമുണ്ട് എന്ന് പറയുന്നു. 10 വർഷത്തെ LDF-ന്റെ ഭരണം വലിയ ഭരണവിരുദ്ധ തരംഗം അലയടിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു വിഭാഗം സാംസ്കാരിക നായകർ, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ എല്ലാവരും രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതാ UDF വൻ ഭൂരിപക്ഷത്തിന് 100-ലേറെ സീറ്റുകൾക്ക് അധികാരത്തിലേക്ക് വരാൻ പോകുന്നു, ഇനി UDF-ന്റെ കാലമാണ് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കടത്തി പറഞ്ഞു നമ്മുടെ രാഹുൽ ഗാന്ധി. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, കേരളത്തിൽ വന്ന് പറയുകയാണ്, ഇടതുപക്ഷം വാനിഷ്ഡ് ആകും എന്ന്. ഇടതുപക്ഷം ഒലിച്ചു പോകുമെന്നോ ഇല്ലാതാകുമെന്നോ എന്നൊക്കെ നമുക്ക് തർജ്ജമ ചെയ്യാം. അത്രമാത്രം ഇടതുവിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുന്നു രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുന ഖാർഗെ, KC വേണുഗോപാൽ അടക്കമുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ. അപ്പുറത്ത് നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, നിർമ്മല സീതാരാമൻ വരെയുള്ളവർ കേരളത്തിലേക്ക് വന്ന് കേരളത്തിൽ തമ്പടിച്ച് ഇടതുപക്ഷത്തിനെതിരെ കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ 2 പേരുടെയും ശത്രു ഇടതുപക്ഷമാണ് എന്ന്. അതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സർവേകളിൽ പറയുന്നത് LDF-ന്റെ മുന്നേറ്റമാണ് എന്നോർക്കണം. അവിടെയാണ് കോൺഗ്രസ് നേതാക്കൾ ആകെ അങ്കലാപ്പിലാകുന്നത്. രക്ഷയില്ല, പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ LDF-നോടൊപ്പമാണ്. ഈ കൊണ്ടുപിടിച്ച കള്ളപ്രചാരണങ്ങൾ നടത്തിയിട്ടും ഒരു രക്ഷയും കിട്ടുന്നില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസും UDF-ഉം എന്നാണ് ഈ 2 സർവേകളും. അതുമാത്രമല്ല, നിരവധി സർവേകൾ വേറെയും നടന്നു. അതിലൊക്കെ വൻ മുന്നേറ്റമാണ് LDF-ന് പ്രവചിക്കുന്നത്.
എന്ന് വെച്ചാൽ മാതൃഭൂമിയും മനോരമയും നടത്തിയ സർവേയിൽ പോലും LDFന് മുൻതൂക്കം കാണുന്നു, കണ്ടെത്തുന്നു. അതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഉറപ്പാണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം ചോദിക്കാൻ അതുകൊണ്ട് തന്നെ LDF നേതാക്കൾക്ക് കഴിയുകയും ചെയ്യുന്നു.